ഇങ്ങനെ ഒരു വലിയ ചെറിയ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. ആരുടെ? എൻ്റെ പ്രിയതമയുടെ അനുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. വേറെ ആരെ നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പെട്ടെന്ന് അതെയാണ് ആദ്യം കേക്ക് പറിക്കാം. അത് ഇത്രയും വലിയൊരു കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. ഇങ്ങോട്ട് ചേർന്നില്ലടി വെച്ചു. എൻ്റെ വേറെ ആരെങ്കിലും അറിയിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ദൂരോട്ട് പണിക്ക് വന്നതുകൊണ്ട് നമ്മളിവിടെ വലിയ പാർട്ടിയൊന്നുമില്ല. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ആനോ. നമ്മളെ മാത്രമുള്ളൊരു കുഞ്ഞ് ബർത്ത്ഡേ. വേറെ ആരെയും വിളിച്ച് പാർട്ടി നടത്താൻ സമയമില്ല. നാളെ രാവിലെ എനിക്ക് വയനാട് വരെ ജോലിക്ക് പോകണം. പിന്നെ പോകാനുള്ള തിടുക്കത്തിൽ നമ്മളൊരു കുഞ്ഞ് കേക്ക് മേടിച്ച് നമ്മളെ മാത്രം ഒന്ന് ആഘോഷിച്ചു. പിന്നെ അവൾക്കൊരു ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചു. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇല്ലാത്ത സാധനം. ഒരു തേഞ്ഞ ചെരുപ്പിട്ടുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. ആ ചെരുപ്പ് ചേർത്ത് വെച്ചേ. അങ്ങനെ അവൾക്ക് 2 ജോഡി ചെരുപ്പ് വാങ്ങി, ഒരു ബാഗും വാങ്ങി. കഷ്ടം, പൊട്ടി ചെരുപ്പിട്ടുകൊണ്ടൊക്കെ പോകും. അങ്ങനെ 2 ജോഡി ചെരുപ്പ് മേടിച്ചു. അത് ഇങ്ങോട്ട് മേടിക്കുന്ന കാണട്ടടി. അത് എടുത്ത് തരും ഞാൻ. 2 ജോഡി ചെരുപ്പ്, ഒരു ബാഗ്. ഇത്രയാണ് അവൾക്ക് ആവശ്യമുള്ളതായിരുന്നു തോന്നി. അങ്ങനെ അവളെ ആവശ്യപ്രകാരം തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അതിന് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ആശംസ അറിയിച്ചേക്കണേ.